ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്പ്രസ് മിഡിൽ വെയർസിനെ കുറിച്ചാണ്. മിഡിൽ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂസറിന്റെ റിക്വസ്റ്റിനും സെർവറിന്റെ റെസ്പോൺസിനും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ലെയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റിക്വസ്റ്റിനെയും റെസ്പോൺസിനെയും ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചില ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓതന്റിക്കേഷൻ, യൂസർ ഓതന്റിക്കേഷൻ, ലോഗിങ്, അതേപോലെ എറർ ഹാൻഡ്ലിങ്, ഡേറ്റ പാർസിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് മിഡിൽ വെയർ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മെയിൻ കോഡിനെ നമ്മൾ ക്ലട്ടർ ചെയ്യാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിന് ലോജിക്ക് എഴുതിയിട്ട് ഇത് ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് മിഡിൽ വെയറിന് പറ്റും. ഇതാണ് മിഡിൽ വെയർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി റൗട്ടിംഗ് പറഞ്ഞിരുന്നു അല്ലേ? ഇതേപോലെ URLs കൊടുത്തിട്ട് നമുക്ക് റൗട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ നമുക്ക് മിഡിൽ വെയർസും ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എക്സ്പ്രസിന്റെ മെയിൻ ഫീച്ചേഴ്സുകളിൽ രണ്ടെണ്ണമാണ്, ഒന്ന് റൗട്ടിങ്ങും ഒന്ന് മിഡിൽ വെയർസും അല്ലേ? അപ്പൊ നമുക്കൊരു മിഡിൽ വെയർ എങ്ങനെ എഴുതുന്നത് ആദ്യം നോക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു മിഡിൽ വെയർ സാമ്പിൾ എഴുതി കാണിക്കാം. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ എഴുതുക. നമ്മളിപ്പം എക്സാമ്പിൾ മിഡിൽ വെയർ തന്നെ പേര് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് വരുന്നത് മെയിനായിട്ട് റിക്വസ്റ്റ് വരും, റെസ്പോൺസ് വരും, പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഇതിവിടെ വരും. നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഓപ്പറേഷൻസ് റിക്വസ്റ്റ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻസ് ഓൺ റിക്വസ്റ്റ്, ചേഞ്ചസ് ഓൺ റെസ്പോൺസ്. റെസ്പോൺസിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. റിക്വസ്റ്റിനകത്ത് എന്തെങ്കിലും ഓപ്പറേഷൻസ് ചെയ്യാനുണ്ട്, അതായത് ഓതന്റിക്കേഷൻ, ലോഗിങ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് അതിനകത്ത് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഒരു മിഡിൽ വെയറിനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് കോൾ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്ത് അടുത്ത മറ്റൊരു മിഡിൽ വെയർ വരാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഈ മിഡിൽ വെയറിന് നമുക്ക് എന്താ ഓത്തെന്ന് കൊടുക്കാം, ഓത്ത് മിഡിൽ വെയറിന് കൊടുക്കാം. അപ്പൊ അടുത്ത മിഡിൽ വെയർ വരുമ്പോഴത്തേന് നമുക്ക് ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. അടുത്ത മിഡിൽ വെയറിന് ഇപ്പം ലോഗിങ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഓരോരോ മിഡിൽ വെയർ, നമ്മൾ മിഡിൽ വെയർസിനെ ഒരു ചെയിൻ ആയിട്ടാണ് എക്സ്പ്രസിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം മൾട്ടിപ്പിൾ മിഡിൽ വെയർസ് വരുമ്പം ഓരോരോ മിഡിൽ വെയർ കഴിഞ്ഞിട്ട് അടുത്ത മിഡിൽ വെയറിനെ കോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ള ഈ നെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് കാണും, റെസ്പോൺസ് കാണും, നെക്സ്റ്റ് കാണും. അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത മിഡിൽ വെയറിലേക്ക് ആക്സസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയിൻ ആണ്. ആപ്ലിക്കേഷൻ ലെവൽ മിഡിൽ വെയർ ഉണ്ട്, റൗട്ടർ ലെവൽ മിഡിൽ വെയർ ഉണ്ട്, അതേപോലെ എറർ ഹാൻഡ്ലിംഗ് മിഡിൽ വെയർ ഉണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സെർവർ ഗെറ്റോ അല്ലെങ്കിൽ ആപ്പ് ഗെറ്റോ വെച്ചിട്ട് ഗെറ്റോ പോസ്റ്റ് അതിനകത്തെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മിഡിൽ വെയർസ് എഴുതാൻ പറ്റും. നമ്മളിപ്പോൾ താഴെ രണ്ട് മിഡിൽ വെയർ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഓത്ത് എന്ന് പറഞ്ഞൊരു മിഡിൽ വെയറും ലോഗിങ് എന്ന് പറഞ്ഞൊരു മിഡിൽ വെയർ. നമുക്ക് ജസ്റ്റ് ഒരു കൺസോൾ ലോഗ് ചെയ്ത് നോക്കാം. ഇതിനകത്ത് സെർവർ റീസ്റ്റാർട്ട് ആയി. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ മിഡിൽ വെയറിനെ അപ്ലൈ ചെയ്യും? നമ്മൾ ഏതാണ് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവൽ മിഡിൽ വെയർ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു റിക്വസ്റ്റ് റെസ്പോൺസിന് മുമ്പ് നമ്മുടെ റൗട്ട് കഴിഞ്ഞിട്ട് URL കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു മിഡിൽ വെയർസിന് ഡയറക്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ ഓത്ത് ഒരു മിഡിൽ വെയർ ആണ്, ലോഗിങ് ഒരു മിഡിൽ വെയർ ആണ്. നോർമലി ഇത് രണ്ടും സെപ്പറേറ്റ് ഫയൽസിലാണ് പോകുന്നത്. ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഒരേ ഫയലിനകത്ത് കാണിച്ചു തരുന്നുള്ള എളുപ്പത്തിന് വേണ്ടി സെപ്പറേറ്റ് ഫയൽസിലാണ് പോകുന്നത്. അതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ റിക്വയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പം ഈ ഓത്ത് എന്ന് പറഞ്ഞ മിഡിൽ വെയർ ഇവിടെ യൂസ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓത്ത് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഡയറക്റ്റ് മിഡിൽ വെയർ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലോഗിങ് കൂടെ കൊടുക്കാം. ലോഗിങ് ഈ മിഡിൽ വെയർസ് ഇതിൻ്റെ അകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഈ മിഡിൽ വെയർസ് അറ്റാച്ച് ചെയ്തെന്ന് ഉറപ്പ് വരുത്താണ്ട് നമ്മൾ അവിടെ കൺസോൾ ലോഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ കൺസോൾ ലോഗ് ചെയ്തിട്ടുണ്ട് ഈ മിഡിൽ വെയർസ് വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ലോഗിങ്ങിനും ഉണ്ട്, ഓത്തിനും ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ അബൌട്ട് പേജിൽ പോയി കഴിഞ്ഞാൽ ഓത്ത് എന്ന് പറഞ്ഞ മിഡിൽ വെയർ ഉണ്ട്, അതേപോലെ കോൺടാക്ടസ് പേജിൽ പോയി കഴിഞ്ഞാൽ ലോഗിങ് എന്ന് പറഞ്ഞ മിഡിൽ വെയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ പേജിൽ നിന്ന് റീലോഡ് ചെയ്ത് ഇൻസൈഡ് ഓത്ത് മിഡിൽ വെയർ കണ്ടോ? അബൌട്ട് പേജിൽ പോയി ഓത്ത് മിഡിൽ വെയർ ആദ്യം ലോഡായി, എന്നിട്ട് ഇൻസൈഡ് ഓത്ത് മിഡിൽ വെയർ നിന്നു. ഇനി നമ്മൾ തിരിച്ച് ലോഗിങ്ങിലോട്ട് പോയി നോക്കി. ലോഗിങ്ങിന് എങ്ങനെ കോൺടാക്റ്റിലോട്ട് പോകണം അല്ലേ? കോൺടാക്റ്റിൽ പോയി നോക്കി, ഇൻസൈഡ് ലോഗിങ് മിഡിൽ വെയർ കണ്ടോ? ഫസ്റ്റ് അതാണ് എക്സിക്യൂട്ട് ആവുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് അതാണ് എക്സിക്യൂട്ട് ആവുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. റൺ ചെയ്തു. ഇവിടെ ഞാൻ ഒരു കൺസോൾ ലോഗ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓത്ത് മിഡിൽ വെയറിന്റെ അകത്തു നിന്നുള്ള കൺസോൾ ലോഗ് ആണ്. ഇതാണ് വരുന്നത് നോക്കാം. നമ്മളെ അബൌട്ടിൽ പോകണം. എന്താ സംഭവിച്ചത്? ഇൻസൈഡ് ഓത്ത് മിഡിൽ വെയർ കണ്ടോ? ഫസ്റ്റ് ഓത്ത് മിഡിൽ വെയർ പോയിട്ടാണ് ഇൻസൈഡ് അബൌട്ടസ് പ്രിന്റ് ആയത്. അപ്പൊ മിഡിൽ വെയർ റിക്വസ്റ്റിനും റെസ്പോൺസിനും ഇടയ്ക്ക് നിന്ന് ആക്ട് ചെയ്യും. അതിനാൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവിടുന്ന് ഡയറക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി റൗട്ടർ ലെവലിൽ നമുക്ക് ഇതിപ്പോ ആപ്പ് ലെവലിലായി അല്ലെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലിലായി. ഇനി റൗട്ടർ ലെവലിൽ നമുക്ക് ഇതേ ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ മിഡിൽ വെയർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നമ്മൾ റൗട്ടർ യൂസ് ചെയ്യും. റൗട്ടർ ഡോട്ട് യൂസ് എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യും. റൗട്ടർ ലെവലിൽ ഓതന്റിക്കേഷൻ മിഡിൽ വെയർ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഒരു ബേസിക് ഓത്ത്, നമുക്ക് ഇത് എക്സ്പ്രസിന്റെ ലൈബ്രറിയാണ്. നമുക്ക് ആദ്യം ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് npm ഇൻസ്റ്റാൾ ബേസിക് ഓത്ത് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ഓതന്റിക്കേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ
ഇത് നമുക്ക് സെറ്റ് ചെയ്ത് തരും. ഓക്കെ, ഇൻസ്റ്റാൾ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? എക്സ്പ്രസ് ബേസിക് ഓത്ത് നമ്മൾ റിക്വയർ ചെയ്തു. കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ്. നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ റൗട്ടറിനെ എടുക്കണം അല്ലേ? റൗട്ടർ ഈക്വൽ ടു, എങ്ങനെയാണ് റൗട്ടർ എടുക്കുന്നത്? എക്സ്പ്രസ് ഡോട്ട് റൗട്ടർ. ഓക്കെ, റൗട്ടറിനെ എടുത്തു, റൗട്ടർ ഒബ്ജക്റ്റ് എടുത്തു. ഇനി എന്ത് ചെയ്യണ്ടേ? നമ്മൾ എക്സ്പ്രസ് ബേസിക് ഓത്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് നമ്മൾ യൂസർ നെയിം പാസ്വേഡ്സ് ഒക്കെ പാസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു JSON ഒബ്ജക്റ്റിനെ അതിൻ്റെ അകത്ത് പാസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്കിപ്പം ഓത്ത് യൂസറിന് വല്ലതും കൊടുക്കാം. ഈ യൂസറിന് യൂസർ നെയിം പാസ്വേഡ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. യൂസർ നെയിം ഈക്വൽ ടു എന്ത് കൊടുക്കാം? അഡ്മിൻ കൊടുക്കാം. അതേപോലെ പാസ്വേഡ് കൊടുക്കാം. എന്ത് കൊടുക്കുക? സീക്രട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ഓത്ത് യൂസർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു റൗട്ടറിലേക്ക് യൂസ് ചെയ്യാം. റൗട്ടർ ഡോട്ട് യൂസ് കൊടുക്കുക. ഇതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബേസിക് ഓതന്റിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബേസിക് ഓത്ത് കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് ഓത്തറൈസ് എന്ന് പറഞ്ഞൊരു കീ കൊടുക്കുക. അതിൻ്റെ അകത്തോട്ടാണ് ഈ വാല്യൂ കൊടുക്കുന്നത്. യൂസർ നെയിം പാസ്വേഡ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ യൂസർ നെയിം ഈക്വൽ ടു നമ്മൾ കൊടുത്തേക്കുന്ന യൂസർ നെയിം ആണോ, അതേപോലെ പാസ്വേഡ് ഈക്വൽ ടു നമ്മൾ കൊടുത്തേക്കുന്ന പാസ്വേഡ് ആണോ. അതായത് യൂസർ കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡും. അപ്പോൾ റിട്ടേൺ യൂസർ നെയിം ഈക്വൽ ടു നമ്മുടെ ഓത്തറൈസ്ഡ് യൂസർ ഡോട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ഈക്വൽ ടു ഓത്ത് യൂസർ ഡോട്ട് പാസ്വേഡ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും അല്ലേ? ഓത്ത് യൂസർ ഡോട്ട് യൂസർ നെയിം ഓത്ത് യൂസർ ഡോട്ട് പാസ്വേഡും സെയിം, രണ്ടും മാച്ച് ആവുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിവിടെ കൊടുത്തേക്കുന്ന അഡ്മിനും സീക്രട്ടുമാണ് യൂസർ എൻ്റർ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവിടുന്ന് ട്രൂ റിട്ടേൺ ചെയ്യും. ഔട്ടർ ഡോട്ട് ഗെറ്റ് പ്രൊട്ടക്റ്റഡ്. അതായത് ഈ ഒരു എന്ത് പറ്റും? ഈ ഒരു യൂസേഴ്സിലെ ഈ യൂസർ നെയിം പാസ്വേഡ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്ന യൂസേഴ്സ് മാത്രമേ ഈ ഒരു റൗട്ടിലേക്ക് കയറുള്ളൂ. അതിനായിട്ട് റിക്വസ്റ്റ് റെസ്പോൺസ് കൊടുക്കുന്നു. ഇതെല്ലാം അത് ബേസിക് ഒത്തന്റിക്കേഷൻ ഹാൻഡിൽ ചെയ്യും. അതിനാൽ തന്നെ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആളുകൾ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്നവർ മാത്രമേ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് കയറത്തുള്ളൂ. അപ്പോൾ പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്ന റൗട്ടിലേക്ക് നമ്മുടെ യൂസർ കയറണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ റൗട്ട് ലെവലിലാണ് ഈ ഒരു ഓതന്റിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റൗട്ട് വരുമ്പോഴാണ് ഈ ഒരു ഓതന്റിക്കേഷൻ ചെക്ക് ചെയ്യുന്നതും ബേസിക് ഓതന്റിക്കേഷൻ ഈ യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നതും ആണെന്നുണ്ടെങ്കിൽ, അതിന്റെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ റൗട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് റൗട്ട് എഴുതാം. ആപ്പ് യൂസ് API എന്ന് കൊടുക്കുക. API എന്ന് കൊടുത്തിട്ട് നമ്മൾ റൗട്ടർ കൊടുത്തു കഴിഞ്ഞാൽ, റൗട്ടർ ഏതായിരുന്നു? നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഒബ്ജക്റ്റ് എക്സ്പ്രസ് റൗട്ടർ എടുത്തിട്ട് അത് വെച്ചിട്ട് കുറച്ച് മിഡിൽ വെയർ ഡീറ്റെയിൽസ് സെറ്റ് ചെയ്തായിരുന്നു അല്ലേ? ബേസിക് ഓതന്റിക്കേഷൻ വേണം, അതുപോലെ പ്രൊട്ടക്റ്റഡ് എന്നുള്ള ഈ ഒരു എന്താണ് URL ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ഓതന്റിക്കേഷൻ ഇല്ലാതെ അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ രീതിയിൽ പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന റൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ API എന്ന് പറയുന്ന റൗട്ടിലേക്ക് നമുക്ക് യൂസറിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ റൗട്ടർ കടന്നു വരണം. ഓക്കെ, റൗട്ടർ കിടക്കണമെന്നുണ്ടെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് കറക്റ്റ് ആയിരിക്കണം. അത് കഴിയുമ്പോൾ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞൊരു പാത്ത് വരും. അതിനുശേഷമാണ് നമ്മുടെ API കഴിഞ്ഞിട്ട് ഈ പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞൊരു പാത്ത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഫംഗ്ഷനാലിറ്റീസ് കിടക്കണം. അപ്പോൾ നമ്മുടെ യൂസർ എന്തുവാ യൂസർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ /API/protected എന്ന് പറഞ്ഞ റൗട്ട്, ഈ ഒരു റൗട്ടിലേക്ക് യൂസർ കയറണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബേസിക് ഓതന്റിക്കേഷൻ ക്ലിയർ ആവണം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓതന്റിക്കേഷൻ മിഡിൽവെയർ റൗട്ടർ ലെവലിൽ സെറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ചോദിക്കും. ഞാൻ വേണമെങ്കിൽ മറ്റൊരു വീഡിയോ ഇതിനായിട്ട് ചെയ്തു തരാം, കുറെ കൂടെ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ചെയ്തു പോകുമ്പോഴത്തേന് നമ്മൾ പ്രോജക്റ്റ് ചെയ്തു പോകത്തില്ലേ, പ്രോജക്റ്റ് ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറെ കൂടെ ക്ലിയർ ആവും. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് യൂസേഴ്സ്, നമുക്കൊരു ആപ്ലിക്കേഷൻ കാണും. ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ചിലപ്പം അഡ്മിൻ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും, അതേപോലെ യൂസർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും, അതേപോലെ സൂപ്പർ യൂസർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. നമുക്ക് എല്ലാ കോഡും കൂടെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ട്, അതായത് ഈ ഒരു app.js എന്ന് പറഞ്ഞ ഫയലിനകത്ത് എഴുതിയിട്ട് ഈ ഫയൽ ഒത്തിരി വലുതാകും അല്ലേ? ഈ ഫയൽ വലുതായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് എല്ലാ കോഡും ഇതിനകത്ത് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് യൂസ് കൊടുക്കും, അല്ലെങ്കിൽ ആപ്പ് ഗെറ്റിനോ ആപ്പ് പോസ്റ്റിനോ വരെ ഡയറക്റ്റ് ആയിട്ട് ആപ്പ് യൂസ് കൊടുക്കും. യൂസ് കൊടുത്തിട്ട് നമ്മൾ ഒരു റൗട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്മിൻ എന്നുള്ള റൗട്ടാണ് നോക്കുക. അഡ്മിൻ എന്നുള്ള റൗട്ട് ആണെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഒരു റൗട്ട് സെറ്റ് ചെയ്ത് വെക്കും. റൗട്ടിനായിട്ട് നമ്മൾ ഫയൽസ് ക്രിയേറ്റ് ചെയ്യും. റൗട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ അകത്ത് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം അഡ്മിൻ പാത്ത് എന്ന് പറഞ്ഞൊരു റൗട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ ഒരു റൗട്ട്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഫോൾഡർ വെച്ച് ഇതിൻ്റെ അകത്ത് അഡ്മിൻ പാത്ത് .js എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തു. ഓക്കെ, ഈ റൗട്ടിലേക്കാണ് എന്താണ്
ഈ അഡ്മിന്റെ എല്ലാ റിക്വസ്റ്റുകളും ഈ റൗട്ടിലേക്ക് പോകണമെങ്കിൽ അഡ്മിൻ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന റിക്വസ്റ്റുകളെല്ലാം ഈ അഡ്മിൻ പാത്തിലേക്ക് പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ഗെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പാത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഇപ്പം ഇൻഫോ എന്ന് പറഞ്ഞുകൊണ്ടോ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് റെസ്പോൺസ് നമുക്ക് എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് റിക്വസ്റ്റിനെ നമുക്ക് റീറൗട്ട് ചെയ്യാൻ പറ്റും. വേറെ ഇപ്പം അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ പാത്ത്, ഇതുപോലെ യൂസർ ആണ് യൂസർ പാത്ത് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം യൂസർ നമ്മുടെ വരുന്ന യൂസർ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്ലാഷ് അഡ്മിൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്മിൻ്റെ പാത്തിലേക്ക് പോയിക്കോളും. ഓക്കെ, അതേപോലെ സ്ലാഷ് യൂസർ കൊടുത്തു കഴിഞ്ഞാൽ യൂസറിൻ്റെ പാത്തിലേക്ക് പോയിക്കോളും. ക്ലിയർ ആയോ? അങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ്, അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാം ഈ യൂസർ ഇന്ന മോഡ്യൂൾ മാത്രമേ, അതായത് ഇപ്പോൾ അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ്റെ മോഡ്യൂൾസ് ആക്സസ് ചെയ്യണം, പക്ഷേ യൂസർ ആയി കഴിഞ്ഞാൽ അഡ്മിൻ്റെ മോഡ്യൂൾസ് ആക്സസ് ചെയ്യില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ആപ്പ് യൂസ് കൊടുത്തിട്ട് ആ ഒരു പെർട്ടിക്കുലർ URL-ലേക്ക് റീഡയറക്ട് ചെയ്യാം, അതായത് അഡ്മിൻ പാത്തിലേക്ക് റീഡയറക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കി ഓപ്പറേഷൻസ് എല്ലാം ഇവിടെ നമ്മൾ എഴുതി വെക്കും. അതേപോലെ അഡ്മിൻ മാത്രമേ ആക്സസ് ചെയ്യാവൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റൗട്ട് അഡ്മിൻ മാത്രമേ ആക്സസ് ചെയ്യാവൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മിഡിൽ വെയർ സെറ്റ് ചെയ്യാം. എന്തെങ്കിലും ഒരു മിഡിൽ വെയർ ഓത്തറൈസേഷൻ അങ്ങനെ വല്ലതും എന്തെങ്കിലും ഒരു മിഡിൽ വെയർ എഴുതിയിട്ട് ആ മിഡിൽ വെയർ ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ മിഡിൽ വെയർ ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്യും ഈ യൂസർ അഡ്മിൻ ആണോ അല്ലയോ എന്ന്. അഡ്മിൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് നമ്മൾ കോഡ് എഴുതണം. അഡ്മിൻ ആണോ അല്ലയോ നമ്മൾ കോഡ് എഴുതുക, അതായത് യൂസറിന്റെ റോളൊക്കെ എടുത്തിട്ട് അഡ്മിൻ ആണോ ചെക്ക് ചെയ്യുക, എന്നിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് റിജക്ട് ചെയ്യുന്ന വിടുന്ന രീതിയിൽ. ഓക്കെ, അപ്പം അഡ്മിൻ പാത്ത് ഡയറക്റ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ പാത്തിലേക്ക് ഡയറക്റ്റ് നമ്മൾ റീഡയറക്റ്റ് ആകും. അപ്പോൾ ബാക്കി ഓപ്പറേഷൻസ് എല്ലാം ഇതിനകത്ത് ചെയ്യും. ഇതേ കേസ് തന്നെ യൂസറിനും ഒതന്റിക്കേറ്റഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേന് യൂസർ പാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ യൂസർ റൗട്ടോ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പേര് കൊടുത്തിട്ട് ആ ഒരു റൗട്ടിലേക്ക് നമുക്ക് റീഡയറക്ട് ചെയ്യാൻ പറ്റും. ഈ ഓതറൈസേഷൻ പോലെ തന്നെ വേറെ എന്തെങ്കിലും മിഡിൽ വെയർ കൊടുക്കണമെങ്കിൽ ഇതിനിടയ്ക്ക് മിഡിൽ വെയർ കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് റീഡയറക്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? നമുക്ക് അടുത്ത തൊട്ട് ഇപ്പോൾ ഇത്ര കാര്യം ക്ലിയർ ആയാലും നമുക്ക് അടുത്ത തൊട്ടൊരു ബേസിക് പ്രോജക്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അതേപോലെ ഇന്ന് ചെയ്ത വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ അതിൻ്റെ ആൻസർ പ്രൊവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.